അവിടെ എത്തിയിട്ട് മകനില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? മകൻ ഇന്ന അഡ്രസ്സിലാവുള്ളേ, അങ്ങോട്ട് അത് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയില്ലേ സാധാരണ ഒരു അച്ഛൻ ഒരു അമ്മ ചെയ്യുന്നത്? എൻ്റെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു കത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മക്കൾ വീട്ടിലില്ലെങ്കിൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ്. അതല്ലേ ചെയ്യുന്നത്? അത് ചെയ്തില്ല. ഇഡിക്കും പരാതിയില്ല. ആ കത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുക. ഇഡി വിവേകരൻ അയച്ച കത്ത് ഇല്ലത്തെന്ന് പുറപ്പെടുകയും ചെയ്തു, ഉമ്മത്തെത്തിയിട്ടില്ല. ആ കത്ത് ഇപ്പോഴും ആകാശത്തിൽ പറന്നു നടക്കുക. ഇത് ഒത്തുകളിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. പക്ഷെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പോലെ ഇത് ഒതുക്കി തീർക്കാമെന്ന് വിചാരിക്കണ്ട. ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്, വിശ്വാസികളുടെ വലിയ നിരീക്ഷണം ഈ കേസിലുണ്ട്. UDFും കോൺഗ്രസും ഇത് അങ്ങനെ വിട്ടുകൊടുക്കുന്ന വിഷയമില്ല. ഇതിലെ എല്ലാ പ്രതികളെയും, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം, സാധാരണഗതിയിലെ ഒരു ചെറിയ മോഷണ കേസിലാണെങ്കിലും, ഇപ്പൊ ഒരു സ്വർണ്ണക്കടയിൽ നിന്നൊരു മോഷണം നടത്തി, ഒരു വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു, ഒരു ബാങ്കിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു, അങ്ങനെയാണല്ലോ സാധാരണ സ്വർണ്ണത്തിന്റെ മോഷണ കേസ്. എന്താ പോലീസിന്റെ ഉത്തരവാദിത്വം? പോലീസ് ക്രിമിനൽ നടപടി നിയമപ്രകാരവും എവിഡൻസ് ആക്ട് പ്രകാരവും പോലീസ് ചെയ്യേണ്ട കാര്യം ഇതിന്റെ തൊണ്ടി മുതൽ ശേഖരിക്കണം. ഇത് കേവലം തൊണ്ടി മുതലല്ല, കോടിക്കണക്കിന് രൂപ വിലയുള്ള വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സ്വർണം കണ്ടെത്താൻ സാധിക്കണം. അതെങ്ങനെയാണ്? പ്രതികളെ ചോദ്യം ചെയ്തിട്ടാണ്. പ്രതികളെ ചോദ്യം ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കേസിന്റെ ഒരു എവിഡൻസിന്റെ ഭാഗം കൂടിയാണ്. തെളിവ് നിയമത്തിലും ആ പ്രതികളുടെ മൊഴി സ്വീകാര്യമാകണമെങ്കിൽ ആ മൊഴിയെ തുടർന്നുള്ള കണ്ടെത്തലുണ്ടാകണം, റിക്കവറി ഉണ്ടാകണം. ഇത് വസ്തുക്കൾ കണ്ടെത്തണം, നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തണം, എത്രയെന്ന് തിട്ടപ്പെടുത്തണം. ഹൈക്കോടതി പറയുന്നുണ്ടല്ലോ, എത്രയെന്ന് തിട്ടപ്പെടുത്തണം, എത്ര നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കണം. അതൊക്കെ അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഹൈക്കോടതി എത്ര നിയന്ത്രണത്തിന് ശ്രമിച്ചാൽ പോലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ട് എന്ന് സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇത്ര കാലതാമസം, അതുകൊണ്ടാണ് ഈ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ ഇത്ര കാലതാമസം. അവിടെയും ജനങ്ങളും പ്രതിപക്ഷവും വിജിലന്റ് ആയിട്ട് നിൽക്കും. കോടതിയും ആ കാര്യത്തിൽ വിജിലന്റ് ആണ് എന്നത് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്.